ഇടുക്കി തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. കരപ്പിലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നാടുകാണിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീടിനുള്ളിൽ അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്തി. കൂടാതെ ഇടുക്കി കുളമാവിന് സമീപം സംസ്ഥാന പാതയിൽ മരവും ഒടിഞ്ഞു വീണതായി റിപ്പോർട്ടുകളുണ്ട്. സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇപ്പോഴെങ്ങനെയാണ്? ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇടുക്കി ജില്ലയിൽ ആകമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? പ്രധാനമായും ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് മേഖല, അതായത് ഈ ഹൈ റേഞ്ച് തുടങ്ങുന്ന മേഖല, മൂലമറ്റം, അതുപോലെ തന്നെ ഉടുമ്പന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇന്ന് ശക്തമായ മഴ രേഖപ്പെടുത്തിയത്. മറ്റു പ്രദേശങ്ങളിൽ താരതമ്യേന മഴ കുറവായിരുന്നു. ഈ പ്രദേശങ്ങളിൽ വ്യാപക മഴയാണ് രേഖപ്പെടുത്തിയത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി തുടങ്ങിയ ആ ഒരു മഴ അത് ശമിക്കുന്നത് ഏകദേശം രാത്രി 8 മണിയോട് കൂടിയാണ് ഈ ഒരു മഴയ്ക്ക് ശമനമുണ്ടാകുന്നത്. തുടർച്ചയായി പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇല്ലപ്പള്ളി വില്ലേജ്, അതുപോലെ തന്നെ ഇല്ലപ്പള്ളി വില്ലേജ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഈ മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇല്ലപ്പള്ളി വില്ലേജിലെ പുള്ളിക്കാനം റോഡ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ തൊടുപുഴ ഇടുക്കി റോഡിൽ കരിപ്പിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഈ കാറിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ തൊടുപുഴ പുളിയൻമല റോഡിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ ഈ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ ഒരു മണ്ണ് നീക്കുന്ന നടപടികൾ ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ തൊടുപുഴ പുളിയൻമല റോഡിൽ ഈ മൂലമറ്റം മുതൽ ചെറുതോണി വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഇടുക്കി കുളമാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരിപ്പിലങ്ങാട് ഷാപ്പ് ഭാഗത്ത് ആണ് ഈ ഒരു മണ്ണിടിച്ചിൽ, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ട്. അതെന്തായാലും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. അതുപോലെ തന്നെ മഴ ശക്തമായി പെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൂലമറ്റം ഭാഗത്ത് ഈ ചെറുതോടുകളും അതുപോലെ തന്നെ ഈ ജലസ്രോതസ്സുകളെല്ലാം തന്നെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് ചില വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളും നിലവിൽ തുറന്നിട്ടുണ്ട്. ഒന്ന് സെന്റ് ജോസഫ് LP സ്കൂൾ പന്നിമറ്റം, അതുപോലെ തന്നെ വെള്ളിയാമറ്റം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 20ഓളം ആളുകളാണ് ഈ 2 ദുരിതാശ്വാസ ക്യാമ്പുകളുമായി നിലവിൽ താമസിക്കുന്നത്. രാത്രിയിൽ നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകിയത്.